ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇത് സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമര കുടിക്കുക എങ്ങനെ ആക്കണേ നോക്കുക. സാമര പായസം സൂപ്പർ ടേസ്റ്റോട് നിങ്ങൾ പെരുന്നാളുകളിൽ കുടിക്കാക്കുമ്പോൾ ഈ ഒരു കുടിക്കാക്കി നോക്കറോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റോടും. അപ്പോൾ ഇതിക്ക് മുന്നോളൂ കീറ് അതേപോലെ സീർ കുറുമ സാമര കുടിക്കെല്ലാം മുന്നോൾ വീഡിയോസ് എല്ലാം ഇട്ടാണ്. അത് വേണ്ടിയിട്ടായി നോക്കുക. അത് ലിങ്ക് ഞാൻ കീഴിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ സ്കിപ്പാക്കാൻ നോക്കറോ. അപ്പോൾ ഇത് ഞങ്ങൾ എങ്ങനെ ആക്കണേ നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും ഷെയർ ആക്കും മറക്കണ്ട. അപ്പോൾ സാമ എടുത്തേ ഞാനിവിടെ സാമ റോസ്റ്റഡ് സാമയും എടുത്തേ. ರೋಸ್ಟ್ ಅಲ್ಲತ್ತದನ್ನು ಕಣ್ಣಿಗೆ ಒಂದು ನಂಗೆ ಬರ್ತುಂಡಂಗೆ ಐತೆ ನೆಯ್ಲು. അപ്പോൾ ഇത് ഞാൻ എത്ര അഞ്ചുള്ള ഇത് അല്പിനെ ഞങ്ങൾ ಇದಕ್ಕೆ ഒരു 1/4 കപ്പ് സാഗ് വേണു. 1/4 കപ്പ് മിനിമം അതിനെക്കാട്ടി ആറ് വേണ്ട. ഇത് ചൊന്നെങ്കിൽ ഞങ്ങൾ ഇത് ഇതിനെക്കാട്ടി ആറ് ഇട്ടെങ്കിൽ ചുമ ഗಟ್ಟಿയോടെ അപ്പോൾ അതുകൊണ്ട് ഇത്ര മേയാവും. അപ്പോൾ അത് ഞങ്ങൾ ಚಂದ ಕಲ್ಕಿಟ್ಟು ತೆಲ್ನಾರ ತಣ್ಣೆಲ್ಲ ನೆಂಚು ಬೇಕணும். ஒரு ಗಂಟೆ ಎಲ್ಲ ನೆಂಚಿಟ್ಟಂಗೈತೆ. അപ്പോൾ ಬೇಗ ಬೆಂದು ಗಿಟ್ರು അപ്പോൾ അതുകൊണ്ടിട്ട് അതിൽ പിന്നെ ഇതാ ഒരു പാത്രം വെച്ചിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഷുഗർ ഒന്ന് ക്യാരമൽ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ಅದಕ್ಕೆ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഞാനിപ്പോൾ ഇത് സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് സ്റ്റീലിൻ്റെ പാത്രത്തിൽ ക്യാരമൽ ആക്കുമ്പോൾ തെല്ല് ചെറിയ തീയിൽ വെച്ചെങ്കിൽ ചുമ ലോ ഫ്ലെയിമിൽ വെക്കൊണ്ടില്ല. ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ അടി ഗട്ടിയുള്ള പാത്രം എടുക്കണ്ടെങ്കിൽ ചുമ ലോ ഫ്ലെയിമിൽ വെക്കൊണ്ടില്ല. പിന്നെ തെലുവുപ്ര പാത്രം എന്തായെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെക്കണം. അത് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ട് 3 സ്പൂൺ ഫുള്ളായിട്ടും അതേപോലെ ഒരു ഹാഫ് അപ്പോൾ 3.5 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ട് വലിയ സ്പൂണിൽ 3.5 സ്പൂൺ ഷുഗർ. അപ്പോൾ അത് ഞങ്ങൾ ഇതുപോലെ ഒന്ന് നല്ല ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കണം. കരിപ്പാട്ടണ്ട, കരിപ്പാട്ടി കരിഞ്ഞെങ്കിൽ അത് കയ്പ്പ് ടേസ്റ്റ് വേണ്ട. അപ്പോൾ അത് കൊണ്ടിട്ട് കരിയാത്ത പോലെ നോക്കണം. നല്ല കളർ ചേഞ്ച് ആയിട്ട് വന്നു, നല്ല ഗോൾഡൻ കളറായിട്ട് പറഞ്ഞു കാട്ടണാണ്. അപ്പോൾ ഷുഗർ ഇതുപോലെ മെൽറ്റായിട്ട് ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് വന്നല്ലേ. ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് വന്നാൽ പിന്നെ ഞങ്ങൾ തീ ഒന്നും കൂടി ഒന്ന് ശരിയാക്കി കൊടുക്കണം. ഒന്നും കൂടി ലോ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ ഞങ്ങൾ അത് വേഗം കറിയിട്ട് അപ്പോൾ അത് കൊണ്ടിട്ട് തീ ചോറാക്കി വെക്കണ്ട. പിന്നെ നല്ല ഒന്നും കൂടി ഇത് കളർ ഒന്ന് നല്ല ഗോൾഡൻ കളറായിട്ട് വരട്ട്. അത് ആയോണ്ട് വന്നിരുതാ ഇതുപോലെ കണ്ടല്ലെങ്കിൽ ഇതുപോലെ ആയെങ്കിൽ മയ്യാവോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്കൊരു 2 ടേബിൾ സ്പൂൺ അത്ര ബട്ടർ ഇട്ട് കൊടുക്കണം. വലിയ സ്പൂണിൽ ഒരു 2 അല്ലെങ്കിൽ ഒരു 2.5 അത്ര മയ്യാവും. അപ്പോൾ ബട്ടർ ഇട്ടിട്ട് ഒന്ന് ഇതിൽ നല്ല മിക്സ് ആക്കിയിട്ട് ഇത് മെൽറ്റ് ആവട്ടെ. ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതിക്ക് പാൽ ബീറ്റി കൊടുത്തിങ്ങായിട്ട് അപ്പോൾ ബട്ടറെല്ലാം ഇതാ നല്ല മെൽറ്റായിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് പായസத்துக்கு വേണേ പാൽ ബീറ്റി കൊടുക്കണം. അപ്പോൾ പാൽ ഞാനിവിടെ 5 കപ്പ് പാൽ ബീത്തറ. 5 കപ്പ് പാൽ ചൊല്ലുമ്പോൾ 1.25 ലിറ്റർ പാലാവിടും. 1.25 ലിറ്റർ പാലും പിന്നെ പ്ലസ് 2 കപ്പ് തണ്ണി ಗೊತ್ತಾಯ್ತಲ್ಲೇ 1/2 ಲೀಟ್ರ್ ತಣ್ಣಿ ಆವಡು. 2 ಕಪ್ ಚೊಲ್ಲಮ್ಮ 1/2 ಲೀಟ್ರ್ ತಣ್ಣಿ ಆವಡು. 1.25 ಲೀಟ್ರ್ പാൽ. അപ്പോൾ ഇതും ബീത്തി ഞങ്ങൾ പാൽ ബീറ്റിയപ്പമേ ഞങ്ങൾ ഇത് നല്ല ഗട്ടിയായിട്ടിരിക്കും. ക്യാരമലെല്ലാം നല്ല ഗട്ടിയാവിടും. അപ്പോൾ അത് പാൽ പിന്നെ ചൂടാക്കി എടുക്കറല്ല. ചൂടായിട്ട് വരുമ്പോൾ അത് രണ്ടാമതെല്ലാം മെൽറ്റായിട്ട് വേണ്ട. അപ്പോൾ പാൽ ബീത്തുമ്പോൾ നല്ല ഇതാ ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ ക്യാരമലെല്ലാം നല്ല ഗട്ടിക്കര്. അപ്പോൾ അത് ചൂടായി വന്ന പോലുമേ നല്ല മെൽറ്റായിട്ട് കലങ്ങിയിട്ട് വേണ്ട. അപ്പോൾ ഇതുകൂടെ പാൽ ചൂടാവട്ടോ. പാൽ പായച്ചിട്ട് തൂയ വിടണ്ട. പാൽ നല്ല പായ്ക്കട്ടിത് അതിരടിക്ക് ഞങ്ങൾക്ക് സാഗ് ഞങ്ങൾ നനച്ചിട്ടില്ല. സാഗ് ഒന്ന് ഞങ്ങൾ ಬೇಪಟ್ಟಿ എടുക്കുക. അപ്പോൾ അപ്പുറത്തെ ഇതിലെ സ്റ്റൗളിനാണ് സാഗ് ಬೇಪಟ್ಟಿ എടുക്കുക. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് അതോടെ കറക്റ്റ് ബെന്തിട്ട് കിട്ടുക. അപ്പോൾ ഇത് നല്ല പായ്ക്കട്ട്. അപ്പോൾ പാൽ ഇത് നല്ല ചൂടായിട്ട് വരുമ്പോൾ ചൂടായിട്ട് വന്നാൽ പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ സാമ ഇട്ടിങ്ങിತ್ತು. അപ്പോൾ ಸಾಮ ಇದ ಇದು ರೋಸ್ಟೆಡ್ ಸಾಮವೇ. ರೋಸ್ಟ್ ಅಲ್ಲತ್ತದನ್ನ ಕಣ್ಣಿಗೆ ನಚ್ಚದ പോലെ ಒಂದು നെയ്യിൽ ഒന്ന് ಬರ್ತಿರ್ತಲ್ನು ಬರ್ತಿಟ್ಟು ഇതേപോലെ ഒന്ന് ഇതേ കളർ ഒന്ന് ആക്കിയിട്ട് എടുത്തങ്ങೈತೆ. ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുത്തങ്ങೈತೆ. അപ്പോൾ 100 ഗ്രാം മയ്യാവും. 100 ഗ്രാം ചൊല്ലുമ്പോൾ 1 കപ്പ് സാമ ആവിടും. അപ്പോൾ ഇതിൽ കട്ടി ആറ് വേണ്ട. അപ്പോൾ നിങ്ങൾ പാക്കറ്റ് ഒരു 200 ഗ്രാമിൻ്റെ പാക്കറ്റ് എല്ലാം എടുത്ത പണ്ണാൻകന്നെ അതിൽ സമാപാതി ആക്കിങ്ങೈತೆ. ജണ്ട് ഇതാക്കിയിട്ട് സമാപാതി ഞങ്ങൾ ഇട്ടിങ്ങೈತೆ. അപ്പോൾ ഇത് സാമ ഇട്ടിട്ടപ്പം ഒന്ന് നല്ല മിക്സ് ആക്കി വിടണോ. ഇല്ല അങ്ങനെ ഇട്ട് വിടുറെങ്കന്നെ അവിടേക്ക് അത് ഗിട്ട് പിടിക്കരുത്. അപ്പോൾ അതുകൊണ്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് നല്ല ഇതായിട്ട് വരട്ടെ. സാമ നല്ല വെന്തിട്ട് വരട്ടെ. നല്ല പായ്ക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഇതുപോലെ പായച്ചിട്ട് വന്നാൽ പിന്നെ വേണുണ്ടായി ഞങ്ങൾ തെല്ല് ശരിയാക്കിയിട്ട് മൂടി വയ്ക്കണമെങ്കിൽ മൂടി വയ്ക്കുക. മൂടി വയ്ക്കുമ്പോൾ ഞങ്ങൾ പറുത്ത് തൂയാത്ത പോലെ നോക്കണം. പായച്ചിട്ട് തൂയത്തീരാ. പായച്ച് തൂഞ്ഞെങ്കിൽ ഞങ്ങൾ സാമയുടെ ടേസ്റ്റ് എല്ലാം പോണ്ടിത്. അപ്പോൾ അത് കൊണ്ടിട്ട് അതിങ്ങനെ മൂടി വയ്ക്കൊണ്ടില്ല. അത് വേഗമേ വെന്ത് കിട്ടും. വേണു ടൈം മാത്രം ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേപ്പട്ടിങ്ങೈತೆ. ചുമ നേരം വേണുട്ടില്ല സാമ വേവും. അപ്പോൾ ഇത് ഞങ്ങൾ മൂടി വയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് മൂടത്തീര. അത് ഇങ്ങനെ തെല്ല് ഗ്യാപ്പ് വേണോ ഇങ്ങനെ മൂടി വെച്ചങ്ങೈತೆ. അപ്പോൾ ഇതിപ്പോൾ തെല്ല് നേരമായിട്ട് സാമെല്ലാം വെന്തുകൊണ്ട് വന്നിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ ബട്ടർ ഇട്ടിട്ട് ആക്കരുത് കൊണ്ടിടും. ഇത് ഞങ്ങൾ ഇങ്ങനെ ബേക്കുമ്പോൾ തെല്ല് നേരം കലിയുമ്പോൾ ഇതിന് മേലെല്ലാം ഇങ്ങനെ പാടെ കെട്ടിയ പോലെ ആവിടും. അപ്പോൾ അത് നല്ല മിക്സ് ആക്കിയിട്ട് കൊടുത്തങ്ങೈತೆ. അപ്പോൾ ഇത് സാമ വെന്തൽ പിന്നെ ഞങ്ങൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കി പൊടി അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. 1/4 ടീസ്പൂണിൻ്റെ കാട്ടി ഒരു തെല്ല് ടേസ്റ്റ് വേണം എത്ര ഉപ്പ്. അതേപോലെ ഞങ്ങൾ സ്വീറ്റുക്ക് മധുരத்துக்கு ഞാനിവിടെ കണ്ടൻസ് മിൽക്കും ഷുഗറും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് പാതി കണ്ടൻസ് മിൽക്കും പിന്നെ തെല്ല് ഷുഗർ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഫുള്ളായിട്ട് കണ്ടൻസ് മിൽക്ക് ഇട്ടിരുന്നെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആവിടും. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കണ്ടൻസ് മിൽക്ക്
ಇಲ್ಲ ಅನ್ಕಂಡಿಂಗೆ ಅದ್ರ ಬದಲಿಗೆ ನಂಗೆ ಶುಗರ್ ಇಟ್ಟಂಗೈತೆ ಇದು ಶುಗರ್ ಇಟ್ಟಂಗೈತೆ ಎತ್ತರ ಬೇನೆ ಅದು ನೋಕಿಡು ಬೇನೆ ಎತ್ತರ ಇಟ್ಟು ಹೊಡ್ಕೊರು അപ്പോൾ ഞാൻ ഇവിടെ പാതി കണ്ണസ് മിൽക്കും പിന്നെ തില്ല ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക അപ്പോൾ മധുരമെല്ലാം ഞങ്ങൾ നോക്കിയിട്ട് എത്ര വേണോ ഞങ്ങൾ പായസത്തിക്ക് എത്ര സ്വീറ്റ് വേണോ ಬೇನೆ ಹತ್ರ ನೋಕಿಟ್ಟು ಅಡ್ಜಸ್ಟ್ ಹಾಕಿಂಗೈತೆ ಚೊಮ್ಮೆ ಕೊರಡಿ ಹಾಕಂಡ ಪಾಯಸத்துக்கு தெளி மதுரை வேணும் மதுரைக்குமே நல்ல டேஸ்ட்டோட അപ്പോൾ അത് കൊണ്ടിട്ട് ഇതെല്ലാം ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ ഇതിൽ ഇടയ്ക്ക് ഞങ്ങൾ സാഗ് കൂടെ വെന്തിട്ട് വന്നിരുതാ കണ്ടല്ലേ അപ്പോൾ സാഗ് വെന്തിട്ട് ഞങ്ങൾ അരിപ്പെല്ലാം അരച്ചെടുക്കറല്ലേ അരച്ചെടുക്കുമ്പോൾ തെല്ല് ഞങ്ങൾ ചപ്പ തണ്ണി വീത്തിട്ട് ഒന്ന് കലകിയിട്ട് എടുത്തോളൂ അപ്പോൾ അങ്ങനെ ഇട്രേൻ കണ്ടി നിങ്ങൾ പായസം ചൊമ്മ ഗട്ടിയോടെ അപ്പോൾ അത് കൊണ്ടിട്ട് ഒന്ന് കലകിയിട്ട് ഇട്ടെങ്കൈತೆ അപ്പോൾ സാഗും ഇട്ട് കൊടുത്തേ അപ്പോൾ നിങ്ങൾ കണ്ടല്ലേ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഈ ഒരു ഗട്ടിയിൽ വേണം പായസം ഞങ്ങൾ കുടിക്കുമ്പോഴത്തേക്ക് ഇത്ര ഗട്ടിയിൽ വേണം ഞങ്ങൾക്ക് പായസം ഇത് പാൽ ಬೇರೆ പിന്നെ സാമ ಬೇರೆ അങ്ങനെ ആയെങ്കിൽ നല്ലാവില്ല ചൊമ്മ ലൂസ് ആയെങ്കിൽ നല്ലാവില്ല പിന്നെ ചൊമ്മ ഗട്ടി വേണ്ട ഇത്ര അന്തജിൽ വേണം കണ്ടല്ലേ ഒരു സമയം ഞങ്ങൾ ഇത് കുറേ നേരം മുന്നോലാക്കി വയ്ക്കുകയാണ് കണ്ടെങ്കിൽ കുറേ നേരം കഴിയുമ്പോൾ ഇത് ഗട്ടിയാവിടും അപ്പോൾ ഗട്ടി ആവിടും കണ്ടേ ഉപ്പസ് തെല്ല് പാൽ തെല്ല് തണ്ണിയും പാൽ തെല്ല് ചൂടാക്കിയിട്ട് നല്ല ಇದಕ್ಕೆ വീത്തിയിട്ട് മിക്സ് ആക്കിങ്ങೈತೆ അങ്ങനെ അപ്പോൾ ഗട്ടി ആവിടും കണ്ടെങ്കിൽ ഇല്ലെന്ന് കണ്ടി നിങ്ങൾ ഇതേ കട്ടിയിൽ ഞങ്ങൾ വേണം പായസം അപ്പോൾ അത് അവിടെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ വേണേ നെയ്യിൽ തെല്ല് ക്യാഷ്യും പിന്നെ ദ്രാക്ഷി അതെല്ലാം തെല്ല് വറുത്തെടുക്കുക ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് പിന്നെ ഇതിൽ ക്യാഷ്യൂ എല്ലാം നിങ്ങൾ ಯಾರು ಬೇಡ ಯಾರು ಇಡೋರು ನಾನಿപ്പോൾ ಚೊಮ್ಮ ಇಟ್ಟಿಟ್ಟಿಲ್ಲ ಕಂಡಿಲ್ಲ ಇത്ര ಇಟ್ಟರೆ അപ്പോൾ ಯಾರು ಇಡ್ರಿಂಗ നല്ല ടേസ്റ്റ് കൊടുക്കും അപ്പോൾ ಯಾರು ഇಡ್ರಿಂಗ ഇടാ നിങ്ങൾക്ക് അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായിട്ട് പറഞ്ഞത് ഇതുപോലെ ആയിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ പായസത്തിൽ ബീത്തി കൊടുക്കുക അപ്പോൾ ഞങ്ങൾ പായസം ഇവിടെ ആയിട്ടത് അപ്പോൾ നോക്കിയാറല്ലേ ഞങ്ങൾ ഇത്ര ഈസി ആയിട്ട് ആക്കി എടുത്തിട്ട് ഈസി ആയിട്ട് ആക്കി എടുക്കുമ്പോഴത്തെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പായസം ആയിട്ടിരിക്കുക അപ്പോൾ നിങ്ങൾ ഇത് ആക്കി നോക്കുമ്പോൾ തെല്ലും ബാക്കിയാവില്ല പിന്നെ കുടിക്കുന്നിട്ട് അവിടെ അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസം ആയിട്ടിരിക്കുക സൂപ്പർ ടേസ്റ്റ് അവിടെ അപ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോൾ ಅಂತವದ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസം ആയിട്ടിരിക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും ആക്കി നോക്കുമ്പോൾ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതിനാ ചെന്നപോലെ കുറേ നേരം കല്യാണം ഗട്ടി ആവുട്ടുങ്ങനെ ഉപ്പസ്തിൽ പാൽ ചൂടാക്കിയിട്ട് പാലും തണ്ണി ജെണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് തണ്ണി ചൊമ്മ എടുക്കണ്ട പാൽ യാറും തില്ല് തണ്ണി വിത്തിട്ട് നല്ല ചൂടാക്കിയിട്ട് നിങ്ങൾ ಇದಕ್ಕೆ ಬಿತ್ತಿಟ್ಟು ಮಿಕ್ಸ್ ಹಾಕಿಂಗೈತೆ അങ്ങനെ ಗಟ್ಟಿ ಆವಡು ಅನ್ಕಂಡಿಂಗೆ ಸೊ ನಂಗೆ ಚೊಮ್ಮೆ ನೇರ ಮುನ್ನೋಲಾಕಿ ಬೇಕ್ರ ಅನ್ಕಂಡಿಂಗೆ ಇಲ್ಲ ಅನ್ಕಂಡಿಂಗೆ ಇದೇ ಗಟ್ಟಿಲ್ ಮೈಯಾಡು അപ്പോൾ നിങ്ങൾ മധുര കൊറുടി ആവുടുങ്ങനെ ഉപ്പസ് മധുര ഇട്ടുണ്ടെങ്കൈತೆ മധുര അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കിങ്ങೈತೆ അപ്പോൾ ഇത് നിങ്ങൾ ഒരു 25 ഗ്ലാസ്സിലുള്ള പായസം ನಾನು ಹಾಕಿ എടുത്തത് ഇതുപോലെ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉച്ചയ്ക്ക് ആക്കിയത് നോമ്പ് തറക്കു നേരാകുമ്പോൾ തെല്ല് ഗട്ടി ആയിട്ടിಂತ ഉപ്പസ് ನಾನು തെല്ല് ഒരു കപ്പ് പാലും പിന്നെ ഒരു തെല്ല് തണ്ണി ಬಿತ್ತಿ ചൂടാക്കിയിട്ട് ഉപ്പസ് മിക്സ് ആക്കി എടുത്തത് അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ് നിങ്ങൾ പെരുന്നാൾಗೆಲ್ಲ ಹಾಕುമ്പോൾ ഈ ഒരു ഗ്ലാസ്സിലെ മേവിടെ ചെറിയ ഗ്ലാസ്സിൽ ചൊമ്മ ആരും കുടിക്കില്ല പിന്നെ വേസ്റ്റ് അവിടെ അങ്ങനെ എല്ലാം അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ്സിൽ 25 ഗ്ലാസ് പായസം ആക്കിയിട്ട് എടുത്തത് ഞാനിവിടെ അപ്പോൾ നിങ്ങൾ നോക്കിയാറല്ലേ നിങ്ങൾ ആക്കിയിട്ട് നോക്കുറോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും വരിക്കില്ല ഇഷ്ടമെങ്കിൽ ലൈക്ക് ആക്കുറോ കമൻറ്റ് ആക്കുറോ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ ಎಲ್ಲರಿಗೂ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കുറോ ആരെങ്കിലും തന്നെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ട മേലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ആക്കുറോ ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും